Hi friends, welcome back to BA tutorial. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ്. അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ടും ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം ഒട്ടും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നു. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. Growth and development are interrelated and interdependent each other. ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ബന്ധമെന്നും ഗ്രോത്തിൻ്റെ ഫീച്ചേഴ്സും ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സും പ്രത്യേകം നമ്മൾ പഠിക്കും. അതിനുശേഷം കണക്ട് ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് നമ്മൾ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. ഗ്രോത്ത് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻക്രീസ് ഇൻ ബോഡിലി ഡൈമെൻഷൻ, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഗ്രോത്ത്. ഓക്കെ, ഗ്രോത്ത് ആസ് എ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻക്രീസ് ഇൻ ബോഡിലി ഡൈമെൻഷൻ, ദാറ്റ് മീൻസ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. ഇറ്റ് ഈസ് ജനറലി കൺഫൈൻഡ് ടു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്. പഠിച്ചോളണം, പോയിന്റ്സ് എഴുതിയെടുത്ത് വെച്ചോളണം. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഹൈറ്റിലും വെയ്റ്റിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്, നമ്മുടെ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസമാണ്, നമ്മുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്രോത്ത്. ഫിസിക്കൽ ആസ്പെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദി പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു വരുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് ഗ്രോത്ത്. ഗ്രോത്ത് ഈസ് വൺ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് ഗ്രോത്ത്. Then growth may be referred to describe the changes which take place in particular aspect of the body and behavior of an organism. എന്താ പറയുന്നത് ഇവിടെ? ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എന്താണ് ചേഞ്ചസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, BEdകാർക്ക് വേണ്ടിയിട്ടാണ് ഫുൾ നോട്ട്സ് ഇടുന്നത്. നിങ്ങളിതിൻ്റെ പോയിൻറ്റ്സുകൾ മാത്രം എഴുതിയെടുക്കുക. നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സുകൾ മാത്രം മതി. അപ്പോൾ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ്, ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് ആണ്, ചേഞ്ചസ് ഇൻ ദി ബോഡിയാണ്, ഇല്ലേ? അതാണ് ഗ്രോത്ത്. ഇനി പറയുന്നു ഗ്രോത്ത് പ്യുവർലി ഫിസിക്കൽ സെൻസ്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്താ? ഫിസിക്കൽ സെൻസുമായിട്ട് ശാരീരികമായിട്ടുള്ള വളർച്ചയെയാണ് ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ സൈസ്, ലെങ്ത്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ചേഞ്ചസ് ഇൻ ദി ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. വീണ്ടും സെയിം പോയിന്റ്സ് തന്നെയാണ്. എന്താ? സൈസിലും ഹൈറ്റിലും വെയ്റ്റിലും ഒക്കെ വരുന്ന ചേഞ്ചസ് ആണ് ഗ്രോത്ത്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനകത്താണ് നമുക്ക് ഗ്രോത്തിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഗ്രോത്ത് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്. അടുത്ത പോയിന്റ് വന്നു. ഗ്രോത്ത് എന്ത് ചെയ്യില്ല? കണ്ടിന്യൂസ് ആയിട്ടില്ല, നമ്മുടെ ലൈഫ് സ്പാനിൽ മൊത്തത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതല്ല. ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ സബ്ജക്റ്റഡ് ടു മെഷർമെൻറ്റ് ആൻഡ് ദി ഒബ്സർവബിൾ ഇൻ നേച്ചർ. നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാനും പറ്റും, മെഷർ ചെയ്യാനും പറ്റും. കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഗ്രോത്ത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബി ബ്രിങ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് ഉണ്ടായി എന്ന് വെച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയോ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, ഗ്രോത്തിലൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. അടുത്ത ഗ്രോത്ത് ഈസ് എ നാച്ചുറൽ ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സ്. എന്താ? ഗ്രോത്ത് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച് വരുന്നതൊന്നും അല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് വരുന്നതാണ് ഗ്രോത്ത്. ബട്ട് ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പ്ലാൻഡ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്ട്. പക്ഷേ നമ്മളിവിടെ നമ്മൾ ഗ്രോത്തുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നു ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പ്ലാൻഡ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്ട്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയത് ഗ്രോത്തിനെ കുറിച്ചിട്ടായിരുന്നു. ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് നാച്ചുറൽ ആണെന്ന് പറഞ്ഞു, ഓട്ടോമാറ്റിക് പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു.
ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബി ബ്രിങ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു. മെഷറബിൾ ആണ്, ഒബ്സർവബിൾ ആണ് എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ ഉണ്ടാകുന്നതല്ല ഗ്രോത്ത്. മെച്ചുറേഷൻ ആകുമ്പോഴത്തേക്ക് ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. അത് എഴുതി വെച്ചോളേ. മെച്ചുറേഷൻ കഴിയുമ്പോഴത്തേക്ക് ഗ്രോത്ത് നിൽക്കും. അടുത്ത ഗ്രോത്ത് പ്യുവർലി ഫിസിക്കൽ സെൻസ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ് എന്തിലെ ഗ്രോത്തിൽ ഉണ്ടാകുന്നതെന്നും പറഞ്ഞു. ബോഡി ആസ്പെക്റ്റിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഗ്രോത്ത്. ഗ്രോത്ത് എന്താണ്? ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഹൈറ്റ്, വെയ്റ്റ്, സൈസ് അതിലൊക്കെയുള്ള ചേഞ്ചസ് ആണ് ഗ്രോത്ത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ആദ്യം പറയുന്നു ഡെവലപ്മെൻറ്റ് ദ എമേർജിങ് ആൻഡ് എക്സ്പാൻഡിങ് കപ്പാസിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൻ്റെ എന്താണ് കപ്പാസിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ദ എക്സ്പാൻഡിങ് ഓഫ് കപ്പാസിറ്റീസ് എമേർജ് ചെയ്യുന്നതും പുതിയ കപ്പാസിറ്റീസ് വരുന്നതും അതുപോലെ തന്നെ ഉള്ള കപ്പാസിറ്റികൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയുമാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. Development refers to an interaction of person and his environmental surroundings. ഒരു വ്യക്തിയുടെ എൻവിയോൺമെൻറ്റൽ സറൗണ്ടിങ്സും ആ വ്യക്തിയും തമ്മിലുള്ള ഇൻ്ററാക്ഷനിലൂടെ നേടിയെടുക്കുന്നതാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറൽ ആണെന്ന് പറഞ്ഞു അല്ലേ ഗ്രോത്ത്. അപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോധപൂർവം ചെയ്തുണ്ടാക്കുന്നതായിരിക്കണം. ഇനി പറയുന്നു ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദോസ് എഫക്റ്റ് upon a person's cognitive emotional system. ഡെവലപ്മെൻറ്റ് ഒരു പേഴ്സണിൻ്റെ കൊഗ്നിറ്റീവ് ഇമോഷണൽ സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഈസ് ഓവറോൾ ചേഞ്ചസ് ഇൻ ഷേപ്പ്, ഫോം ഓർ സ്ട്രക്ചർ റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് വർക്കിംഗ് ഓർ ഫങ്ഷനിങ്. നമ്മളുടെ ബോഡി ചേഞ്ചസ് അല്ല, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന വർക്കിലോ നമ്മളുടെ ഫങ്ഷനിലോ ഉള്ള എന്താണ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ചേഞ്ചസ് ഇൻ ക്വാളിറ്റി ഓർ ക്യാരക്ടർ റാദർ ദാൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. നമ്മൾ നേരത്തെ പഠിച്ച എന്തായിരുന്നു? ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഇല്ലേ. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ അതെന്തായി? ക്വാളിറ്റേറ്റീവ് ആയി. അല്ലെങ്കിൽ ക്യാരക്ടറിലുണ്ടാകുന്ന ചേഞ്ചസ് അതാണ് എന്ത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ആകുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്. ഇനി എന്താ പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഈസ് വൈഡർ ആൻഡ് കോംപ്രിഹെൻസീവ് ടേം. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വൈഡർ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് ഇൻ ദി ഇൻഡിവിജ്വലിൻ്റെ മൊത്തത്തിലുള്ള ചേഞ്ചസ്, അതായത് ശാരീരികമാണെന്നുള്ളതല്ല, എന്താണ് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസികമായും ഇൻ്റലക്ച്വലായിട്ടുമുള്ള ഒരു ചേഞ്ചസിനെയാണ് എന്തിലൂടെ നമ്മൾ പറയുന്നത്? ഡെവലപ്മെൻറ്റിലൂടെ പറയുന്നത്. ഗ്രോത്ത് ഈസ് വൺ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഗ്രോത്ത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഗ്രോത്ത് ഈസ് വൺ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞു ഇല്ലേ. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഗ്രോത്ത്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നല്ലേ. ഇനി പറയുന്നു ഡെവലപ്മെൻറ്റ് ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ഇൻ ദി ഓർഗാനിസം ആസ് എ ഹോൾ, ഡസ് നോട്ട് ലിസ്റ്റ് ദി ചേഞ്ചസ് ഇൻ ദി പാർട്സ്. എന്താ പറയുന്നത്? ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ചേഞ്ചിനെയാണ് ഡെവലപ്മെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലാതെ ഓരോ പാർട്ടിലുമുള്ള ചേഞ്ചസ് എടുത്ത് പറയുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിനകത്ത് വരുന്നത് അല്ല. ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഗ്രോത്തിൽ പറഞ്ഞപ്പോൾ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഗോസ് ഫ്രം വൂം ടു ടോം, അതായത് ജനനം മുതൽ മരണം വരെ. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ഓഫ് മെച്ചൂരിറ്റി. മെച്ചൂരിറ്റി വന്നു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡെവലപ്മെൻറ്റ് സ്റ്റോപ്പ് ആവുന്നില്ല. പക്ഷേ ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചൂരിറ്റിയോടുകൂടി സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇറ്റ് മേ കണ്ടിന്യൂ ത്രൂ ഔട്ട് ദി ലൈഫ് സ്പാൻ ഓഫ് ഇൻഡിവിജ്വൽ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി മെഷേർഡ്. നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാനോ ഒബ്സർവ് ചെയ്യാനോ ഒന്നും കഴിയില്ല. ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാനൊന്നും കഴിയില്ല. Through keen observation in behavior of situation that can be assessed. നമുക്ക് എന്താണ്? നമ്മളുടെ കീൻ ഒബ്സർവേഷനോട് കൂടി മാത്രമേ, നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ കൂടി എന്തുണ്ടാവും? ഡെവലപ്മെൻറ്റ് ഉണ്ടാവും.
ഓക്കെ, ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ എന്ത് വേണമെന്നില്ല, ഗ്രോത്ത് വേണമെന്നില്ല. അടുത്തത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. എന്താണ്? ഇൻഡിവിജ്വലിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒരേ രീതിയിലല്ല, ഇതെല്ലാവർക്കും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻ്ററാക്ഷൻ ആണ്. എന്താണ് ഡെവലപ്മെൻറ്റ്? ഇൻ്ററാക്ഷനിലൂടെ നേടിയെടുക്കുന്നതാണ്. പക്ഷേ ഗ്രോത്ത് വരുമ്പോൾ അതെന്താണ്? നാച്ചുറൽ പ്രോസസ്സാണ്. ഇനി പറയുന്നു ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻഡ് ഓർഡർലി സീക്വൻസ്. ഡെവലപ്മെൻറ്റ് എന്താണ്? ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡർലി സീക്വൻസ് ആണ്. അതായത് ജനറൽ ടു പെർട്ടിക്കുലർ ആണ് ഡെവലപ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ഫീച്ചേഴ്സ് വരുമ്പോൾ പറയും. ഇവിടെ പറയുന്നു ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻഡ് ഓർഡർലി സീക്വൻസ്. ഇത് ജനറൽ ടു പെർട്ടിക്കുലർ ആണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കാം. ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ എന്താണ്? ആസ്പെക്റ്റുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓൾ ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ഇൻ ദെയർ ഓൺ വേ. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റുകൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിൽ വളർന്നു വരുന്നത്. ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് വെരി ഹൈ ഇൻ ഇൻഫൻറ്റ്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ച ഒരു ഡൗട്ടാണ്, ഇൻഫൻറ്റിലാണോ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വരുന്നത് അതോ അഡോളസെൻസിലല്ലേ എന്ന് ചോദിച്ചിട്ട്. അല്ല, നമ്മളെ നോട്ടിൽ ഇപ്പോഴും പറയുന്നു, ഞാൻ റെഫർ ചെയ്ത നോട്ട്സിലും ഉണ്ട്. എന്താണ്? ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് വെരി ഹൈ ഇൻ ഇൻഫൻറ്റ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നത്. അതിന് കൺഫ്യൂഷനായി പോകരുത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത് നോക്കാം. ഡെവലപ്മെൻറ്റ് ഈസ് എ ക്യുമുലേറ്റീവ്. അതായത് എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? വർദ്ധിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡെവലപ്മെൻറ്റ് എന്താണ്? ഒരു സീക്വൻഷ്യൽ വേയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ വേ ഫോളോ ചെയ്യുന്നതാണ്. ഇവിടെ ആ സീക്വൻഷ്യൽ വേ എന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ എഴുതിയേക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ ടൈം എടുത്ത് വായിക്കുക. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആദ്യം ചെയ്യുന്നത് കരച്ചിലൂടെയാണ്, അല്ലേ? ആ കരച്ചിൽ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ആയിട്ടുള്ള ഒരു എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ആദ്യം ഒരു ജനറൽ ആയിട്ടുള്ളതാണ്, അത് സ്പെസിഫിക്കിലേക്ക് നിന്നും വന്നില്ല. എന്താണ്? കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആദ്യം എന്താ ചെയ്യുന്നത്? കരയുകയാണ് ചെയ്യുന്നത്. അത് ജനറൽ ആസ്പെക്റ്റ് ആണ്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വൊക്കാബുലറീസ് പഠിച്ച് പിന്നെ എന്താണ്? പല വേർഡുകൾ പഠിച്ച് പിന്നെ അതെന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി പറയുന്നു റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഡിഫർ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ്. അതായത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഡെവലപ്മെൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അത് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഡെവലപ്മെൻറ്റൽ റേറ്റ് രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആണെന്ന്. ഇനി പറയുന്നു ഗ്രോത്തിലും ബോയ്സിലും ഗേൾസിലും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ദെയർ ഈസ് എ ഡിഫറൻസ് ഇൻ ഗ്രോത്ത് റേറ്റ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഗ്രോത്ത് റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസ് വരുന്നുണ്ട്. ഗേൾസ് മെച്യൂർ ഏർലിയർ ഇൻ കമ്പാരിസൺ ഓഫ് ബോയ്സ്. ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗേൾസിനാണ് മെച്യൂരിറ്റി വേഗം സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഗ്രോത്ത് റേറ്റ് ഗേൾസിന് വളരെ കൂടുതലാണെങ്കിൽ കൂടിയും, ആദ്യം ഗേൾസിന് കൂടുതലാണ്, മെച്യൂരിറ്റി വേഗം ഗേൾസിന് സംഭവിക്കുമെങ്കിലും അഡോളസെൻസിൻ്റെ ലാസ്റ്റ് പീരീഡ് ആകുമ്പോൾ ബോയ്സിൽ ഫാസ്റ്റർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ മെച്യൂരിറ്റി സംഭവിക്കുന്നത് ആദ്യം ആർക്കായിരിക്കും? ഗേൾസിന് തന്നെ ആയിരിക്കും. നമുക്കറിയാമല്ലോ പ്യൂബർട്ടി ടൈമിലും മെൻസ്ട്രേഷനൊക്കെ തുടങ്ങുന്നത് ഏത് സമയത്ത്? പെൺകുട്ടികൾക്ക് ആദ്യമേ ഉണ്ടാകാറുണ്ട്, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി പറയുന്നു ഡെവലപ്മെൻറ്റ് ബ്രിങ്സ് ഡിസൈറബിൾ ചേഞ്ചസ് എമംഗ് ദി ചിൽഡ്രൻ. കുട്ടികളിൽ എന്താണ്? നല്ല ചേഞ്ചസ് ഉണ്ടാകുന്നത് ഡെവലപ്മെൻറ്റിലൂടെയാണ്. ഡെവലപ്മെൻറ്റ് ബ്രിങ്സ് ഡിസൈറബിൾ ചേഞ്ചസ് എമംഗ് ദി ചിൽഡ്രൻ. നല്ല ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ഡെവലപ്മെൻറ്റിലൂടെ. ഡെവലപ്മെൻറ്റ് പ്രോസസ് ഡിപ്പെൻഡ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റൽ പ്രോസസ്. ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹെറിഡിറ്റി ആയിട്ടും എൻവിയോൺമെൻറ്റൽ ഫാക്ടറുമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ കുറേയധികം ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ഡെവലപ്മെൻറ്റൽ പ്രോസസ് ഡിപ്പെൻഡ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ്. The rate of development are different from one children to another children, and it is also different in male and female child. That means girls mature earlier in the comparison of boys.
പിന്നെ എന്ത് പറഞ്ഞു? ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്. ദെൻ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ഫോളോസ് എ സീക്വൻഷ്യൽ പാറ്റേൺ. ഡെവലപ്മെൻറ്റ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, മെച്ചുറേഷൻ കൊണ്ട് അവസാനിക്കുന്നില്ല. ഡെവലപ്മെൻറ്റിൻ്റെ പല പല ആസ്പെക്റ്റുകളും ഇൻ്റർ റിലേറ്റഡ് ആണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻറ്ററാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് നോട്ട് എൻഡ് വിത്ത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു. എന്താണ്? ദെൻ ഇറ്റ് മേ ബി കണ്ടിന്യൂ ത്രൂ ഔട്ട് ദി ലൈഫ്. ദാറ്റ് മീൻസ് വൂംബ് ടു ടോം, അതായത് ജനനം മുതൽ മരണം വരെ ഇത് ലൈഫ് ടൈം കണ്ടിന്യൂവേഷനാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അസസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണ്? നമ്മളുടെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൂടെയാണ് എന്ത് നേടിയെടുക്കുന്നത്? ഡെവലപ്മെൻറ്റ് നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹോൾ ചേഞ്ചസ് ആണ്, ഇല്ലേ? നമ്മുടെ വ്യക്തിയിലുള്ള ഹോൾ ചേഞ്ചസ് ആണ് ഡെവലപ്മെൻറ്റിലൂടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തായി? നമ്മുടെ ഡെവലപ്മെൻറ്റലിൻ്റെ ഫീച്ചേഴ്സായി. ഇനി നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെറിഡിറ്റിയെയും എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഡെവലപ്മെൻറ്റിനെ ഹെറിഡിറ്റിയും അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻ്റലിജൻസ്, സെക്സ്, glands, race, nutrition, diseases, injuries, social and cultural factors, family status, social and cultural factors, അതോടൊപ്പം തന്നെ ഓർഡർ റേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ ചൈൽഡ്, ഇതെല്ലാം തന്നെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. രണ്ടിൻ്റെയും ഫീച്ചേഴ്സുകളെ ഒന്ന് മൊത്തത്തിൽ കൺക്ലൂഡായിട്ട് ഞാൻ പറയുന്നു. ഗ്രോത്ത് പറയുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. ഇറ്റ് എൻഡ് വിത്ത് മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് അവസാനിക്കുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ഇത് ഫിസിയോളജിക്കൽ ചേഞ്ചസുമായിട്ടും സ്ട്രക്ചറൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്രോത്ത്. ഗ്രോത്ത് ഈസ് വൺ ആസ്പെക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ്. ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു ആസ്പെക്റ്റാണ് ഗ്രോത്ത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെച്ചുറേഷനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഡയറക്ട്ലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. നമുക്ക് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് മെഷർ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബി ബ്രിങ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്തിലൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. ഇനി ഡെവലപ്മെൻ്റ് ആണെങ്കിലോ, ഡെവലപ്മെൻറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ബർത്ത് ടു ഡെത്ത്, ജനനം മുതൽ മരണം വരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ്. ചേഞ്ചസ് ഇൻ ദി ഓർഗാനിസം ആസ് എ ഹോൾ. എന്താണ്? നമ്മൾ ചേഞ്ചസ് നമ്മുടെ മൊത്തത്തിലുള്ള ചേഞ്ചസ് ആണ്, ഇൻ്റലക്ച്വലി ആയിട്ടുള്ള മൊത്തത്തിലുള്ള ആസ്പെക്റ്റുകളാണ് നമ്മൾ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് എ വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം. ഇറ്റ് ഈസ് ഓവറോൾ ചേഞ്ചസ് ഇൻ ദി ഇൻഡിവിജ്വൽ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മെച്ചുറേഷൻ. ഡെവലപ്മെൻറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. നിങ്ങൾ ആലോചിച്ചോളണം, ഡെവലപ്മെൻറ്റ് മെച്ചുറേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡെവലപ്മെൻറ്റ് ലൈഫ് ടൈം പ്രോസസ്സാണ്. ഇറ്റ്സ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മളിപ്പോൾ ഇത്രയും കഴിഞ്ഞ സൈക്കോളജി ക്വസ്റ്റ്യനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് ഓർമ്മിച്ച് നോക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ദ സ്റ്റേജ് ഓഫ് ഫാസ്റ്റസ്റ്റ് ഫിസിക്കൽ ഗ്രോത്ത് ഈസ് ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്. ഏത് ആൻസർ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ? സ്റ്റേജ് ഓഫ് ഫാസ്റ്റസ്റ്റ് ഫിസിക്കൽ ഗ്രോത്ത് വരുന്നത് ഇൻഫാൻസി സ്റ്റേജ് ആണ്. അടുത്ത, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ഫോളോയിങ്. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ളത് എന്തുവാണ്? റോങ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ. ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരുന്നത്? ഡെവലപ്മെൻറ്റ് ഈസ് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. നമ്മൾ പഠിച്ചതാണ് ഇല്ലേ? എന്താണ്? ജനറൽ ടു സ്പെസിഫിക് ആണ് ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു പോയിന്റ് കൂടെ കിട്ടി. ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹൈ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളിലും ലോ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളിലെയും ഡെവലപ്മെൻറ്റുകൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? ജനറലിൽ നിന്നും സ്പെസിഫിക്കിലോട്ടാണ്. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകാം. നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങോട്ടോ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രഡിക്റ്റബിൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഇല്ലേ? പക്ഷേ പ്രഡിക്റ്റബിൾ എന്താണ് ഈ ക്വസ്റ്റ്യൻസിൽ വന്നു. ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടിൽ അതിനകത്ത് ആ പ്രഡിക്റ്റബിൾ എന്നുള്ള പോയിന്റ് ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ പ്രഡിക്റ്റബിൾ എന്നുള്ള പോയിന്റ് വന്നു. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഡെവലപ്മെൻറ്റിൽ പ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ ഇവിടെ വരുന്ന റോങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റോങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിക്കും ഡെവലപ്മെൻറ്റ് ജനറൽ ടു സ്പെസിഫിക് ആണ്. ആ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓർത്തോളുക. കരയുന്നത് ജനറലാണ്, സ്പെസിഫിക് ആയിട്ടാണ് വേർഡ്സ് വൊക്കാബുലറി പഠിക്കുന്നത്. അടുത്ത ചോദ്യം, the factor which does not direct influence of physical growth of a child. ഒരു കുട്ടിയുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് ഏതെന്നാണ്? ഗ്രോത്തിനെയാണ്. ഗ്രോത്ത്, ജെനറ്റിക്സ്, ന്യൂട്രീഷൻ, ഫാമിലി സൈസ്, മെച്ചുറേഷൻ. ആൻസർ ഇത് വരും ഫാമിലി സൈസാണ്. ഫാമിലി സൈസ് നമ്മൾ പഠിച്ചിട്ടില്ല. ജെനറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹെറിഡിറ്റി ഇല്ലേ? ഹെറിഡിറ്റി പരമ്പരാഗതമായിട്ട് വരുന്നതല്ലേ ജെനറ്റിക്സ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തൂടെ? ന്യൂട്രീഷൻ വേണമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ മെച്ചുറേഷൻ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണെന്നും പഠിച്ചു. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഫാമിലി സൈസ് ഗ്രോത്തുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം അല്ല. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ. ഓക്കെ, നമ്മൾ പഠിച്ച പോയിൻറ്റ്സുകൾ ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം. ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡെവലപ്മെൻറ്റ് ഫോളോസ് എ പ്രഡിക്റ്റബിൾ പാറ്റേൺ. ഡെവലപ്മെൻറ്റ് ഈസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ദർ ഈസ് നോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദി റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഈസി ആയിട്ട് പറയാം ഇല്ലേ? നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ദർ ഈസ് നോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദി റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം കൂടി നോക്കാം. The overall changes in all aspects of human throughout their lifespan is referred as maturation, motivation, learning, development. ആൻസർ ചെയ്താ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഓവറോൾ ചേഞ്ചസിനെയാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്തായാലും യൂസ്ഫുൾ ആയി കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് ഡെവലപ്മെൻറ്റൽ ടാസ്ക് കൂടി ഇതിലങ്ങ് പറഞ്ഞു പോവാം. വേറൊരു വീഡിയോ ചെയ്യേണ്ട, അപ്പോൾ നിങ്ങൾക്കും അത്രയും കാത്തിരിക്കേണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഡെവലപ്മെൻറ്റൽ ടാസ്ക് കൂടി പറയുകയാണ്. ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടാസ്ക് വിച്ച് അറൈസസ് അറ്റ് എ സർട്ടൺ പീരീഡ് ഓഫ് ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓരോ പീരീഡിലും ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ടാസ്കുകളെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഓരോ സ്റ്റേജിലും ഓരോരോ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളുണ്ട്. ഒരുപാട് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഉണ്ട് ഇല്ലേ? അപ്പോൾ അതായത് ഇൻഫാൻസി ഉണ്ട്, ചൈൽഡ്ഹുഡ് ഉണ്ട്, അത് കഴിഞ്ഞ് അഡോളസൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് അഡൾട്ട്ഹുഡ് ഉണ്ട്. അപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യം അഡോളസൻസിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് മാത്രമാണ്. അതുകൊണ്ട് അത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി ആർക്കെങ്കിലും, അതായത് ഒരു 10-15 പേരിൽ കൂടുതൽ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എല്ലാ സ്റ്റേജസിൻ്റെയും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ മെമ്മറി, ഫൊഗറ്റിംഗ്, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് ഓൾ സ്റ്റേജസ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓരോ സ്റ്റേജിലുമുള്ള ഒരു കുട്ടിയുടെ ടാസ്ക്കാണ്. ഓരോ സ്റ്റേജിലും അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക്കാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്. അത് സക്സസ്ഫുള്ളായിട്ട് അറ്റൈൻ ചെയ്താൽ ആ കുട്ടിക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. ഇനി അതെന്താണ് ഇനി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ അൺഹാപ്പിനെസ്സും അൺസക്സസ്ഫുള്ളുമാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അഡോളസൻസിനകത്തുള്ള ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണെന്ന് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് പോർഷനാണ്. നമ്മുടെ എക്സാമിനകത്ത്, കേറ്ററ്റ് എക്സാമിനകത്ത് ഡെവലപ്മെൻറ്റിനെയും ഗ്രോത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസിനെയും കുറിച്ചിട്ട് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ അതൊരൊറ്റ പേജിൽ ഞാൻ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം എന്താ പറയുന്നത്? അഡോളസൻസ് പീരീഡിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് കണക്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു മെമ്മറിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയാൽ മതി. എന്താ ഇവിടെ ഫസ്റ്റ് പറയുന്നത്? അച്ചീവിങ് ന്യൂ ആൻഡ് മോർ റിലേഷൻഷിപ്പ് വിത്ത് പിയേഴ്സ് ഓഫ് ബോത്ത് സെക്സസ്. അതായത് ആൺകുട്ടികളിലും പെൺകുട്ടികളുമായിട്ട് ഒരുപാട് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പുകൾ അവരെന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു.
അത് ഏത് സമയത്താണ്? അവർ അഡോളസൻസ് ടൈമിലാണ് അവർ ഫോം ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നു അച്ചീവിങ് അഷുറൻസ് ഓഫ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. സ്വന്തമായിട്ട് എക്കണോമിക് ഇൻഡിപെൻഡൻസ് വരുത്തുന്ന ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു സമയം ഡെവലപ്മെൻറ്റൽ ടാസ്ക്, അതായത് ആ ഒരു സമയം ഏതിലാണ് വരുന്നത്? അഡോളസൻസ് സ്റ്റേജിലാണ് വരുന്നത്. അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ് ആൻഡ് അതർ അഡൾട്ട്സ്. മറ്റുള്ളവരിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇമോഷണൽ ഇൻഡിപെൻഡൻസുകൾ നേടിയെടുക്കുന്നു. അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് ഫോർ ഒക്കുപ്പേഷൻ, ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നത് അഡോളസൻസിലാണ്. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഫോർ മാരേജ് ആൻഡ് ഫാമിലി ലൈഫിലേക്ക് മാരേജിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? അഡോളസൻസ് സ്റ്റേജിലാണ്. ഡിസൈറിങ് ആൻഡ് അച്ചീവിങ് സോഷ്യൽ റെസ്പോൺസിബിൾ ബിഹേവിയർ. ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ബിഹേവിയർ ഒക്കെ അച്ചീവ് ചെയ്യുന്ന ടൈമാണ് ഏത്? അഡോളസൻസ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് സ്കിൽ ഫോർ സിവിക് കോമ്പിറ്റൻസി, അതായത് ഒരു രാജ്യത്തിൻ്റെ നല്ലൊരു പൗരനാവുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അഡോളസൻസ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസിനകത്ത് വരുന്നത്. ഒന്നുകൂടി പറയുകയാണ്, അച്ചീവിങ് ന്യൂ ആൻഡ് മോർ റിലേഷൻ വിത്ത് പിയേഴ്സ് ഓഫ് ബോത്ത് സെക്സസ്, achieving assurance of economic independence, achieving emotional independence from parents and other adults, preparing for occupation, preparation for marriage and family life, desiring and achieving social responsible behavior, developing skill for civic competency. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസിനകത്ത് വരുന്നത്. ബാക്കിയുള്ളവരുടെ സ്റ്റേജസ് വേണമെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് തരാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടില്ലേ? അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുള്ളതെന്ന് നോക്കാമേ. അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ്? നമ്മൾ പഠിച്ച ആ ഒരു പോയിന്റ് നന്നായിട്ട് ഓർമ്മിച്ചാൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ലേണിംഗ് ടു ഗെറ്റ് അലോങ് വിത്ത് ഫ്രണ്ട്സ് ഓഫ് ബോത്ത് സെക്സസ്, becoming more self-sufficient, making decision about marriage and family life, grasping leads to other fine motor skills. ആൻസർ നമുക്കറിയാം. എന്താണ്? ഗ്രാസ്പിംഗ് ലീഡ്സ് ടു അതർ ഫൈൻ മോട്ടോർ സ്കിൽസ്. മോട്ടോർ സ്കിൽസിൻ്റെ ഡെവലപ്മെൻ്റ് ഒന്നും ഏത് സ്റ്റേജിൽ വരുന്നതല്ല? അഡോളസൻസിനകത്ത് വരുന്നത് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a developmental task of adolescence? ഇതിനകത്ത് ഏതെന്നാണ് പറയുന്നത്? ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്, achieving emotional independence from elders, learning sex differences and sexual modesty, then developing fundamental skill in reading, writing and calculating. ആൻസർ ഏതാ? ഇത് നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ ഇല്ലേ? അതിൻ്റെ ആൻസർ ഇതായിട്ട് വരും. അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം ദി എൽഡേഴ്സ് ആണ് ഏത്? നമ്മുടെ ഡെവലപ്മെൻറ്റൽ ടാസ്ക്, അഡോളസൻസിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്കിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വരുന്നത്. ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസൻസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ഉടൻ തന്നെ മെമ്മറി അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഉടൻ തന്നെ അല്ലെങ്കിൽ ഇതിന് ശേഷമോ ഇതിന് മുന്നേ ആയിട്ട് ഒരു മോക്ക് ടെസ്റ്റ്, ഒരു പെഡഗോഗി മോക്ക് ടെസ്റ്റും വരും. എൻ്റെ ടൈമിൻ്റെ ആ ഒരു ടൈറ്റ് ഷെഡ്യൂൾ മൂലമാണ് കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. കിട്ടുന്ന സമയങ്ങളിലൊക്കെ PPT ചെയ്തിടും. ഒരു കാം സിറ്റുവേഷനിൽ മാത്രമല്ല നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ലാഗ് വരുന്നത്. എല്ലാവരും സഹകരിക്കുക. എന്തായാലും നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ക്ലാസ്സുകൾ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും വരുന്നുണ്ട്. മറക്കാണ്ട് കാണാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.